ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. ഇപ്പം രാവിലെ ഏകദേശം സമയം ഒരു 8-8:30 കാണും. നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങൾ പരുന്തുപാറ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നേക്കുവാണ്. ഞങ്ങളെ കുട്ടിക്കാനും എല്ലാം കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഇപ്പം ഏകദേശം പരുന്തുപാറ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബ്രോ അവിടെ കട്ട ഡ്രൈവിങ്ങിനായി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, ചിരിച്ചോട്ട് മാസ്കൊക്കെ വെച്ച്. ഞങ്ങൾ പരുന്തുംപാറ പിന്നെ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ, വേറെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലും. രാവിലെ എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കാര്യങ്ങളൊന്നും കാണില്ല. ഇവിടെ ഇപ്പം അത്യാവശ്യം ഏകദേശം മൂടിയൊക്കെ ആയിട്ടിരിക്കുന്നത്, മഴക്കാറൊരു സെറ്റപ്പൊക്കെയാണ് നിൽക്കുന്നത്. മഴയൊന്നും വെയിലായിരിക്കും, വെയിലൊക്കെ വരുമെന്ന് കരുതി ഞങ്ങൾ രാവിലെ തൊടുപുഴയിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല വഴിക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എത്തുന്നിടം വരെ. ആക്ച്വലി ഇപ്പം കുട്ടിക്കാനം കഴിഞ്ഞു അല്ലേ, കുട്ടിക്കാനം കഴിഞ്ഞ് ഞങ്ങൾ പരുന്തുംപാറയ്ക്ക് കയറിക്കൊണ്ടിരിക്കും. ഇതാട്ടെ പരുന്തുംപാറയിലെ മെയിൻ ആയിട്ടുള്ള ആകർഷണം. ഈ ഒരു പാറയാണ് ശരിക്കും ആക്ച്വലി പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോണി നോക്കിക്കഴിഞ്ഞാൽ ഒരു പരുന്തിൻ്റെ തലയൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഇപ്പം തോന്നുന്നുണ്ടോ? അതായത് പരുന്തിൻ്റെ തല പോലെ ഇരിക്കുന്നു. ആ ഒരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ കണ്ണും ഇവിടെയൊക്കെ ആള് നിൽപ്പുണ്ട്, ഒരു പൊട്ട് പോലെ നമുക്ക് കാണത്തുള്ളൂ. അത്രയും സൂം ചെയ്തിട്ടാട്ടോ. നല്ല കാറ്റ്. ഇപ്പം ഞാൻ പറയുന്ന വോയിസ് പോലും ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുപോലെ താഴെ വരെ നമുക്ക് ഇറങ്ങിപ്പോണം. നമ്മളിപ്പോൾ വന്നേക്കുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഒരു നല്ല അത്യാവശ്യം എങ്ങനെയാ പറയുന്നേ, നല്ല വഴിയല്ല അതെന്ന് വെച്ചാൽ കല്ലും കുണ്ടും കുഴിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മല ഇങ്ങനെ ഇറങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ. നമ്മളിപ്പോൾ മലയുടെ പകുതിയായിട്ടുള്ള നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ താഴത്തോട്ട്. ഓടിവായോ, പോരെ പോരെ പോരെ, കമ്മ ചാടിപ്പോരെ, ഞാൻ പോകുന്ന പോലെ ചാടി പോരെ. കൂട്ടുകാരനെ ഇങ്ങനെ പാടി വിളിക്കുക, ഇറങ്ങി വരാൻ ഇച്ചിരി താമസം. നമ്മളിങ്ങനെ ചാടി എന്നോട് പോവാ പോരെ നിങ്ങളെ വ്ളോഗിലെടുത്തേ. നമ്മൾ പകുതി വഴി ചെയ്ത് ആ താഴെ കാണുന്നില്ലേ, ആ ചെറിയ വഴിയൊക്കെ പോലെ ഒരു ഗ്യാപ്പിൽ കാണുന്നേ, അതാണ് ആക്ച്വലി പരുന്തുംപാറയിലെ പാറ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കട്ട ഇറക്കം ഇറങ്ങിയത് ഓരോരുത്തർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടിച്ചാട്ടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. നമ്മളിത് ചാടി ഒരു പാറയിലൊക്കെ ഇത് തന്നെ ഇതുപോലെ ചാട്ടങ്ങൾ ചാടിയിട്ട് താഴോട്ട് ഇറങ്ങി പോണ രസമാണ്.
പരുന്തംപാറയിലാക്കേണ്ട പാറയില്ലേ, ആ പാറയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ മുകളിൽ നമ്മൾ നിന്നപ്പോൾ കണ്ട സ്ഥലങ്ങളാട്ടോ ആ മുകളിൽ കാണുന്നേ. അതേ കണ്ട പൂഞ്ചിയുമ്പോൾ കാണുന്നേ. അവിടെ നോക്കുമ്പോഴാണ് ഈ സാധനം കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പുറമുള്ള ആ ചെറിയ പാറ. ബ്രോ താഴോട്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു വീൽ ഗ്യാപ്പേ ഉള്ളൂ, അല്ല ഒരു റോഡിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ഈ സൈഡിലേക്ക് ഇത് വീണ്ടും ഇങ്ങനെ വെക്കാം, ആ സൈഡിലേക്ക് ഇതുപോലെ വെക്കാം. ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു പോർഷനിൽ കൂടെ വേണം ഇറങ്ങി വരാൻ. ഇത് മാത്രമാണ് ശരിക്കും ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടി, ഇച്ചിരി ഡേഞ്ചർ. ഇറങ്ങിപ്പോരെ. അങ്ങനെ പാറയുടെ മണ്ടയിലെത്തി. മണ്ടയിൽ പാറക്കാൻ മണ്ട. ഇതാട്ടാ മുകളിൽ നിന്ന് കണ്ട സ്ഥലം കറക്റ്റ് എത്തി. കുട്ടിച്ചേട്ടി അവിടെ പിടിച്ച് ഇറങ്ങി വരും. വണ്ടർല ഇപ്പോൾ എക്സ്പീരിയൻസോട് കൂടി നേരക്കി ഇറങ്ങി പോരെ. അങ്ങനെ ഓടിക്കേറി ചാടിക്കേറി ഇതിങ്ങനെ കേറി കേറിക്കോ. കമോൺ കമോൺ. അവിടെ കേറാൻ പാടാട്ടോ. ആ സൈഡിൽ കൊക്കയാട്ടോ, നോക്കി കണ്ട് താഴെ പോയാ പോയി കിട്ടൂല. പുല്ലേ പിന്നെ ഒഴുകി പോവാ, പുല്ലേ കിട്ടുമല്ലേ. പോരെ പോരെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറാനുള്ള പാട് കണ്ട് ഈ പാറയിൽ. അവിടെ നോക്കുമ്പം ശരിക്കും സിമ്പിളാ, പക്ഷെ ഇവിടം വരെ ഒന്ന് എത്തിപ്പെടാൻ പറ്റുന്ന പാട്. അതെ വാ എത്തി. ഇതോട്ടെ പാറയുടെ അറ്റത്തേക്ക് പൊക്കോണ്ടിരിക്കുക. ഒരു സൈഡ് ഇങ്ങനെ, ഒരു സൈഡ് ഇങ്ങനെ. ഇവിടെ നിന്നുണ്ടോ, ഓ ഇതിൻ്റെ അറ്റം വരെ ആൾക്കാർ പോകണം കേട്ടോ. ഇതാണ് ടോപ്പ്. നമ്മൾ പറഞ്ഞു ഇതൊരു പാറ, ഇത് സെൻട്രലിലെ പാറ, ഇതിൻ്റെ അപ്പുറം ഒരു പാറ. ഇത് ശരിക്കും ഒരു പരുന്തിൻ്റെ തല പോലെ, അപ്പുറയും ഇത് ഇപ്പുറയായിട്ടുള്ളത് രണ്ട് ചിറക് പോലെ. അങ്ങനെ ആയിട്ട് ആ ഒരു ഫീലിങ് ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും നോക്കി കറക്റ്റ് ആ ഒരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രിൽ കൂടെ ആ വെയിലുമെത്തി. വന്ന വഴിയെല്ലാം കണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് കയറി വരാനൊക്കെ. ഭയങ്കര എഫക്റ്റും കാര്യങ്ങളൊക്കെ, ഇച്ചിരി ഡേഞ്ചർ പോലെയൊക്കെ. നമ്മൾ നല്ല ചെരുപ്പും എല്ലാ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടും വന്നാൽ പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല, അത് കൂട്ടി വഴിയാണ്. നമ്മൾ വന്നപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ്റെ ഇപ്പോൾ കയറി പോകുന്നുണ്ട്, തിരിച്ച് റിട്ടേൺ കയറി പോവാം. ഇതിൻ്റെ ഇടയ്ക്കോടെ എവിടെയെങ്കിലും ചോപ്പ് പോലെ കാണാമല്ലേ, ഇതിൻ്റെ അകത്ത് കാണത്തില്ല. അതുപോലെ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുക ക്യാമറയ്ക്കകത്ത് നോക്കുന്നത്. കറക്റ്റ് ചേട്ടൻ കയറി പോയി ഇതുപോലെ കുത്ത് കയറ്റി വീട്ടിൽ തിരിച്ച് കയറി പോകണം. അധികം ആരും തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാറില്ല, എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ മോളിൽ നിന്നിട്ട് കണ്ടിട്ട് പോകുള്ളൂ. ഇതൊക്കെ ഇറങ്ങി വേണം വരാൻ. അതുപോലെ ഡേഞ്ചർ ആയിട്ട് അവിടെ നിന്ന് നോക്കി. ഇപ്പം നമ്മൾ നടന്നു വന്നാലും ഒരു ചാട്ടം മിസ്സായി കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകുള്ളൂ. മാക്സിമം നമ്മൾ കയറി ചെയ്ത് തന്നെ വരിക. ഇനി ഈ ഒരു മല കയറണം, അതും വീണ്ടും ടാസ്ക്. അപ്പുറം ഇപ്പുറം ഈ അരികുമ്പഴി ഇങ്ങനെ വേണം കയറി പോകാൻ. ആദ്യം ഒരാൾ കയറി പോകണം, ഞാൻ പുറകെ വെച്ച് പിടിക്കുകയാണ്. വലിയ ഡേഞ്ചർ ഇല്ലാന്ന് തോന്നുന്നു. കയറി പോകുമ്പോഴുള്ള രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നോക്കി താഴോട്ട് ഇതാണ് സെറ്റപ്പ്. നമ്മൾ പോകണ ഈ ഒരു ചെറിയൊരു വീൽ ബേസ് ഇല്ല, നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പറയുന്നതുകൊണ്ടാണ് ഈ വീൽ ബേസ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ചെറിയൊരു ഫ്ലോയ്ക്ക് വേണം കയറി പോവാൻ. കയറാൻ എളുപ്പാ. നമ്മൾ കണ്ട ആ പാറല്ലേ പോയത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഓർമ്മ ഈ സൈഡില്, ഓർമ്മ ലെഫ്റ്റില്, ഓർമ്മ സെന്ററില്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരുന്തിന്റെ തലയും ബാക്കി ചിറകൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പരുന്ത്.